Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ രോഗികളാണെങ്കിൽ സത്യം ഇതുവരെ ഇങ്ങനെ ഒരു ഫ്ലൈയിങ് ലിഫ്റ്റ് ആരും കണ്ടുപിടിച്ചിട്ടേ ഇല്ല. ഇതെന്റെ പുതിയ കണ്ടുപിടുത്തമാ ഫ്ലൈയിങ് ലിഫ്റ്റ്. ഇതുകൊണ്ട് ഞാൻ ഫുർഫുറി നേരത്തിലെ ടൂറിസത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കും. ഡോക്ടർ ജഡ്കയും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കും. ഡോക്ടർ ചക്ക, നിങ്ങളുടെ കാറിൽ ഒരുപാട് ദൂരം പറന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ ലിഫ്റ്റിൽ യാത്ര ചെയ്യുന്നത് ഒരു സുഖം തന്നെയാണട്ടാ. നോക്ക്, ഈ ലിഫ്റ്റിന്റെ മൂവ്മെന്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതാ നോക്ക്, ഈ റൈറ്റ് ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റിൽ റൈറ്റിലേക്ക് പോകും. പിന്നെ ലെഫ്റ്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റ് ലെഫ്റ്റിലേക്ക് പോകും. ഡോക്ടർ ജഡ്ക എന്ത് നല്ല കണ്ടുപിടുത്തമാ കണ്ടുപിടിച്ചിരിക്കുന്നേ. എന്നെങ്കിലും എനിക്ക് ആകാശത്ത് ബോക്സിംഗ് നടത്തണമെന്ന് തോന്നുമ്പോ ഈ ലിഫ്റ്റ് ഒന്ന് തന്നേക്കണേ. ചേട്ടാ, ഇനി ഈ ലിഫ്റ്റ് ഞാൻ ഓടിച്ചോളാം. ഈ ലിഫ്റ്റ് ഞാൻ പതുക്കെ പതുക്കെ ഓടിച്ചോളാന്നേ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എപ്പോ എന്റെ ഗാഡ്ജറ്റ് നിന്റെ അടുത്ത് വന്നാലും നീ അത് കുളവാക്കാറുണ്ട്. ഇനി ഞാൻ തരത്തില്ല. അതെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല വലിയേട്ടാ. എന്താ ഈ ബട്ടൺ ഒന്ന് അമർത്തിയാൽ പോരെ? ഓ മോട്ടു, നീ എന്താ ഈ കാണിക്കുന്നേ? കൊടുത്താ എന്റെ ഗാഡ്ജറ്റ് കൊടുത്താ. നീ എന്റെ കൺട്രോൾ സർഫസ് തകർത്ത് കളഞ്ഞല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഒരിക്കലും താഴേക്കിറങ്ങാൻ സാധിക്കില്ല. താഴേക്കിറങ്ങാൻ സാധിക്കില്ല. ഇവൻ നമ്മളെ ആകാശത്തിൽ ലോക്കാക്കി കളഞ്ഞു. ഇതെന്തൊരു ഗതികേടാ. അയ്യോ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കൂട്ടുകാരെ, വിഷമിക്കേണ്ടതേ. ഒരു മനുഷ്യൻ ഒരിക്കലും 10-15 ദിവസമൊന്നും ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ല. അതുവരെ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാലോ. അതിനുശേഷം ആലോചിക്കാം. എന്ത് 10-15 ദിവസം ഒന്നും കഴിക്കാതിരിക്കാനെന്നോ? നിന്റെ തലക്കെന്താടാ വട്ടുപിടിച്ചോ? ഡോക്ടർ ജഡ്ക, നിങ്ങൾ കാരണമാ ഞാൻ ഇവിടെ കുടുങ്ങി. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഇത് ഭയങ്കര ചതിയായി പോയി. എല്ലാം ചെയ്യുന്ന മോട്ടുവാ, ഇടി മേടിക്കുന്നത് ഞാനും. ഇതൊക്കെ അന്യായമല്ലേ ബോക്സറെ? മോശമല്ലേ? എങ്കിൽ പിന്നെ ആദ്യമേ പറയണമായിരുന്നു. മോട്ടു, എന്നാ എന്തായാലും എല്ലാവർക്കും ഭാഗ്യമുണ്ട്. മുകളിലെ എല്ലാ വിഡ്ഢികളും ദേ താഴെ എത്തി. നോക്ക്, ലിഫ്റ്റ് അവിടുന്ന് അനങ്ങുന്ന പോലും ഇല്ല. ശരി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അതിനെ താഴേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന്. ഇപ്പൊ ഇടത്തോട്ടും വലത്തോട്ടും മുകളിലേക്കും താഴേക്കുള്ള ബട്ടണൊക്കെ കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ട്. ഇടതുഭാഗത്ത് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഈ മുകളിലെ ബട്ടണിൽ ഇങ്ങനെ അമർത്തുവാണെങ്കിൽ അത് ലിഫ്റ്റിനോട് കൂടിച്ചേരും. ഇതാ കണ്ടില്ലേ? അതിനുശേഷം നമ്മൾ താഴേക്കുള്ള ബട്ടൺ അമർത്തുവാണെങ്കിൽ ആ സാധനം ലിഫ്റ്റിനെ വിട്ട് താഴേക്ക് വരും. ഇതാ കണ്ടില്ലേ? ചൂടായിരിക്കും ചൂട് തന്നെയായിരിക്കും. ഡോക്ടർ ജഡ്ക ഇപ്പോ എന്നെ സഹായിക്കാൻ പോവുകയാണ്. ചായക്കട ചേട്ടാ, വേഗത്തിൽ നല്ല ചൂടുള്ള സമൂസയും എടുത്തേ. സത്യം പറഞ്ഞാൽ എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ലെന്ന്. താഴേക്ക് ഇറക്കി വിടൂ, താഴേക്ക് ഇറക്കി വിടൂ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെ ഞാൻ താഴേക്ക് ഇറക്കാൻ പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരെ മുകളിലേക്ക് അയക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ചെയ്യേ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ, ചിങ്കം സാറിന് ഫോൺ ചെയ്യാം. ഹലോ ചിങ്കം സാർ, പ്ലീസ് ഹെൽപ്പ്. ഞാനിതാ വന്നോണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളായ വോട്ടുവിന്റെ പത്രവിന്റെ അടുത്തേക്ക് പോണോ? ഇല്ല, എനിക്ക് എങ്ങോട്ടും പോണമെന്നില്ല. ഞാൻ വേറൊരു കേസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഈ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്നേ സത്യം. ചിങ്കം സാറേ, അത് നിങ്ങളുടെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ നോക്ക്. ബൈ ബൈ. എന്റെ അമ്മ,
ഹലോ ചിങ്കം സാറേ, സുഖം തന്നെയല്ലേ? ഇത് തീരെ ശരിയല്ല. ജോൺ പ്ലീസ് നീ എന്നെ താഴേക്കൊന്ന് ഇറക്കി വിട്. ഇറക്കി വിടാ ചിങ്കം സാറേ, ഇറക്കി വിട്ടേക്ക. പക്ഷെ ഇപ്പൊ എന്റെ വർക്കിംഗ് ടൈം തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം ബാങ്ക്, പിന്നെ ജ്വല്ലറിയും കൊള്ളയടിക്കാനുണ്ട്. അതുവരെ നിങ്ങൾ മുകളിലിരുന്ന് ഈ ഫുർഫുരി നഗരം മൊത്തം ചുറ്റിക്കാണ്. ബൈ ബൈ. ചിങ്കം സാറേ പോയി താഴെ വരണമെന്നുണ്ടോ? Yes, 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 ജോൺ പ്ലീസ് വേഗം താഴേക്ക് ഇറക്കി വിട്. വേഗം 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 വേഗം. ലിഫ്റ്റിന്റെ കൺട്രോൾ ജോണിന്റെ കയ്യിലാണ്. അവൻ ഇനി എന്തൊക്കെയാണാവോ ചെയ്യാൻ പോകുന്നത്. വരൂ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോവാം. ഓ എന്റെ ചങ്കുകളെ, താഴെ ഇരുന്ന് ലിഫ്റ്റ് ശരിയാക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. ആരെങ്കിലും ആ ലിഫ്റ്റിനകത്ത് കേറി പറ്റിയാ എനിക്കത് ശരിയാക്കാൻ കഴിയും. അല്ലാതെ ഞാൻ എങ്ങനെയാ അത് ശരിയാക്കോ ചങ്കുകളെ? കുറച്ച് സമയമല്ലേ ഉള്ളൂ. വരൂ നിങ്ങളുടെ ഫ്ലൈയിങ് കാറിൽ തന്നെ പോവാം. സോറി കൂട്ടുകാരെ, ഈ കാർ എനിക്ക് വേണം. 24 ഓഫീസിൽ കാറുമായിട്ടായിരിക്കും പോകുന്നത്. ബൈ ബൈ. ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ 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 ഡോൺ. വലിയേട്ടാ കിട്ടിപ്പോയി. ലിഫ്റ്റിനടുത്തേക്ക് പോവാനുള്ള വഴി കിട്ടിപ്പോയി. വേഗത്തിൽ ആ മിസൈലിന് ഫയർ ചെയ്യൂ. ഞാൻ അതിൽ കയറി ഇരിക്കട്ടെ. ഈ മിസൈല് ലിഫ്റ്റിന്റെ സൈഡിൽ കൂടെ പോകുമ്പോ ഞാൻ ഇതിൽ നിന്ന് ജമ്പ് ചെയ്താൽ ലിഫ്റ്റ് തുറന്നേക്കാം. മോട്ടുവിന്റെ കൂടെ ഞാനും പോവാ. മോട്ടു ചങ്കേ ബ്രോ, ശരിക്കും ആലോചിച്ച് ഒരു തീരുമാനമെടുക്ക്. ഇതിൽ ഒരുപാട് റിസ്ക് ഉണ്ടെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? ജോണിന്റെ അടുത്തൊന്ന് ഫുർഫുറി നഗരം രക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്തേ മതിയാവൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും ധൈര്യം കാണുമ്പോ എനിക്കും ധൈര്യം വരുന്നുണ്ട്. ഒരു കൈ നോക്കിയേക്കാം. ഒന്ന് നേരെ പറപ്പിക്കത്. ഡോക്ടർ ജഡ്ക മിസൈല് സ്ലോ വാക്ക്. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, മിസൈൽ ഔട്ട് ഓഫ് കൺട്രോൾഡ് ആയി. രക്ഷിക്കണേ. ഡോക്ടർ ജഡ്ക, ഞങ്ങൾ ലിഫ്റ്റിന്റെ അകത്തേക്ക് വന്നു. പറയൂ ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? വെൽ ഡൺ മൈ ബോയ്സ്, വെൽ ഡൺ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ എല്ലാം എന്റെ കൺട്രോളിലായിട്ടുണ്ട്. ഇനി ഒന്നും പേടിക്കണ്ട. താഴെ ഇറങ്ങ്. ഇനി ആർക്കും എന്നെ ഒരു ചുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ എപ്പോ വിചാരിച്ചാലും ബോട്ട് മുറേ പത്തല മുറേ ലിഫ്റ്റിലേക്ക് പറപ്പിക്കാം. ബോറടിച്ചാലും അവന്മാരെ താഴേക്കിടും. എന്റെ മനസ്സിൽ എപ്പോഴാണ് തോന്നുന്നത് അപ്പൊ ഞാൻ കൊള്ളയടിക്കും. ഈ ജോണിനെ തടയാൻ ആരുമില്ല. ഈ ലിഫ്റ്റ് എങ്ങനെ ഇവിടെ വന്നത്? ഞാനതിന് ലാപ്ടോപ്പ് തുറന്നിട്ടില്ലല്ലോ. ജോൺ എങ്ങനെയുണ്ട്? നിന്റെ സാരഥികളായ നമ്പർ 1 നമ്പർ 2 എന്റെ കൂടെ ഉള്ളത് ഇപ്പോൾ. ഇനി നിന്നെ ലിഫ്റ്റ് ചെയ്യാനുള്ള പണിയേ ബാക്കിയുള്ളൂ. ഇല്ല, എനിക്ക് ലിഫ്റ്റിലേക്ക് പോവണ്ട. ഇവിടെ എനിക്ക് സമാധാനത്തിന് ഒരു കുറവുമില്ല. നിങ്ങൾ വേണമെങ്കിൽ ലാപ്ടോപ്പ് എടുത്തോണ്ട് പൊയ്ക്കോളൂ. എന്നിട്ട് എന്നെ വിട്ടേക്ക് പ്ലീസ്. എന്നെ വിട്ടേക്ക്. ചിങ്കം സാറെ രക്ഷിക്കണേ പ്ലീസ്.
നിങ്ങൾ എന്താണ് ചെയ്യുന്നത് മോട്ടു പത്ലു? ഒരുപക്ഷെ നിങ്ങൾ എന്നെ പോലെ ചെയ്യുകയാണെങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? വിട്, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. ഞാനൊരു കള്ളറാണ്, എന്നെ വിട്ടേക്ക്. പ്ലീസ് എന്നെ വിട്ടേക്ക് മോട്ടു പത്ലു, എന്നെ വിട്ടേക്ക്. എന്റെ അമ്മോ ജോൺ, നീ കാറ്റത്ത് പറന്ന അകത്തേക്ക് കയറിയതാണോ? അതും ഈ ലോക്കപ്പിനകത്ത്? കപ്പ് 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 ലോക്കപ്പ്. ചിങ്കം സാറേ, ഇതൊരു റോക്കറ്റ് വിക്ഷേപണമായിരുന്നു. താങ്ക് യു. ഇനി മോട്ടൂര് പത്രവും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അത് മതി. ചിങ്കം സാറേ, ഈ കലാപരിപാടി ഒന്ന് നിർത്തിച്ചു തരണം. അവരോടൊന്ന് നിർത്താൻ പറയേ പ്ലീസ്. മുകളിലേക്ക് താഴേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് എന്റെ എല്ലൊടിയാറായി. ജോൺ, ലിഫ്റ്റ് വേണോ നിനക്ക്? വേണ്ട വേണ്ട. Watch India's largest kids library only on Geo Hotstar. Download the app now.